dear respected presiding officers, dear respected pastors from many denominations, and first of all, let me congratulate my good old friend, Reverend Dr. Nainan Mathula. He used to be a pastor, reverend. Now I have to add with him from today onwards, Dr. Nainan Mathula. Congratulations. ഞാൻ അമേരിക്ക വന്നിട്ട് 51 വർഷമായി. പക്ഷേ ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് മൂവായിട്ട് ഇപ്പോൾ 16 വർഷമായി. ഞാൻ കുറച്ച് ന്യൂയോർക്കേഴ്സിനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ പഴയ സുഹൃത്തുക്കളും ഇപ്പോഴത്തെ സുഹൃത്തുക്കളും ഒക്കെ കാണുന്നുണ്ട്. അതേ 2 പേര് ഉള്ളയിരിക്കുന്നു, ഒത്തിരി പേരുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, കാണുന്നതിലും വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഹ്യൂസ്റ്റൺ ടെക്സസിലേക്ക് മൂവായ ശേഷം ഇവിടുത്തെ ഞാൻ പ്രത്യേകിച്ച് ഒരു ചില സാഹിത്യ ഭാഷാ സംഘടനകളിലൊക്കെ പോകാറുണ്ട്. മലയാളം സൊസൈറ്റി, കേരള റൈറ്റേഴ്സ് ഫോറം, അതിൻ്റെയൊക്കെ ഫാസ്റ്റ് പ്രസിഡന്റ്, കറണ്ട് പ്രസിഡന്റ്, ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിതിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഞാൻ മുഖ്യമായിട്ട് ഒരു വായനക്കാരനാണ്, ഒരു ആസ്വാദകനാണ്. അപ്പോൾ ഈ നൈനാൻ മാത്തുള്ള എന്ന വ്യക്തി ഇംഗ്ലീഷിലും മലയാളത്തിലും ധാരാളം ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ബിബ്ലിക്കൽ ഗ്രന്ഥങ്ങൾ അത് എഴുതുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഞാൻ ഈ കഴിഞ്ഞ രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിബേറ്റിംഗ് ഞാൻ കാണുവാനിടയായി. എഴുത്തിലൂടെയുള്ള ഡിബേറ്റിംഗ് ന്യൂയോർക്കിലെ പ്രമുഖമായ ഒരു eMalayali.com എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമമുണ്ട്. അപ്പോൾ ആ മാധ്യമത്തിലെ സ്ഥിരം ഒരു എഴുത്തുകാരനും ഡിബേറ്ററുമാണ് ഇദ്ദേഹം, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നൈനാൻ മാത്തുള്ള. അദ്ദേഹം ഒരുപക്ഷെ ഇവിടെയുള്ള അവിശ്വാസികൾക്കും നിരീശ്വരന്മാർക്കും ഇപ്പോൾ ഒരു വളരെ പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കൂപ്പുകുത്തിക്കും അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടാൻ വരുന്ന നിരീശ്വരന്മാർ ഫിസിക്കലായിട്ടല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ മെൻ്റൽ പവർ ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, അദ്ദേഹത്തിൻ്റെ മുനവച്ച വാക്കുകൾ എല്ലാം തീർച്ചയായിട്ടും നിരീശ്വരന്മാരെ ഒക്കെ കൂപ്പുകുത്തിക്കുന്ന തരത്തിലുള്ളതാണ്. ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ പ്രത്യേകിച്ച് ബൈബിളിൻ്റെ വിവിധ ഭാഷ്യങ്ങളുണ്ട്. നമുക്ക് ചില അവസരത്തിൽ ദഹിക്കില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട്, അതിമനോഹരമായിട്ട്, ലളിതമായ ശൈലിയിൽ ധാരാളം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പ്രത്യേകിച്ച് ഈ മലയാളിയുടെ പ്രതികരണ കോളത്തിൽ ഇന്നലെ ആരോ ഒരാൾ ഡോക്ടർ നൈനാൻ മാത്തുള്ള കയറി അറ്റാക്ക് ചെയ്തു. ഫിസിക്കലായിട്ടല്ല കേട്ടോ, ചിലർ പേര് വെച്ചെഴുതും, ചിലർ പേര് വെക്കാതെ എഴുതും. ഒരു കുഴപ്പമുണ്ട്, തൂലിക നാമത്തിൽ എഴുതാം. ഓക്കെ, പേര് വെക്കാതെ എഴുതി കഴിഞ്ഞാൽ ആരും നമ്മളെ വീട്ടിൽ കയറി തെറി വിളിക്കുകയോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും വരില്ല. അതുകൊണ്ട് തൂലിക നാമത്തിൽ എഴുതുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈ നൈനാൻ മാത്തുള്ള കയറി അറ്റാക്ക് ചെയ്യാറുണ്ട്. അദ്ദേഹം ഉരുളയ്ക്ക് ഉപ്പേരി മാതിരി എപ്പോഴും ഉത്തരം കൊടുക്കാറുണ്ട്. അതെന്നെ എൻ്റെ വായനാ ശക്തിയെ എനിക്ക് വായിക്കാനുള്ള ഒരു ഉത്സാഹം കൂട്ടുകയാണ് തീർച്ചയായിട്ടും മിസ്റ്റർ നൈനാൻ മാത്തുള്ള. ഇവിടെ വന്ന ശേഷം ഇവിടെ സാഹിത്യ മീറ്റിങ്ങിൽ, ഭാഷാ സാഹിത്യപരമായ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾക്ക് വഴികാട്ടിയാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾക്കും ഭാഷയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഒക്കെ ഡോക്ടർ നൈനാൻ മാത്തുള്ള നിരന്തരം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഈ വാർദ്ധക്യ ദശയിൽ തീർച്ചയായിട്ടും ഡോക്ടർ നൈനാൻ മാത്തുള്ളയെക്കാളും കൂടുതൽ വയസ്സ് എനിക്കുണ്ട്, അതിൽ യാതൊരു സംശയമില്ല.
നൈലൻ മാത്രമുള്ളേക്കാൾ ഒരുപക്ഷെ 10 വയസ്സ് എനിക്ക് കൂട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഐ ആം എ മാൻ ഓഫ് 80 years old. അതുകൊണ്ട് നൈലൻ മാത്രമുള്ളക്ക് എൻ്റെ എഴുത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഭാവിയുണ്ട്, കൂടുതലായ ഭാവിയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും ഇനി എഴുതട്ടെ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അദ്ദേഹം ഡോക്ടറാണ്. മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ സർജറി നടത്തും, സർജിക്കൽ സ്ട്രൈക്ക്. അദ്ദേഹം മെൻ്റൽ സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. മെൻ്റൽ സർജിക്കൽ സ്ട്രൈക്ക്. ഈസ് ഓതറൈസ്ഡ് ടു ഡു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. Thank you very much and all the best. Okay? Thank you.